നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഈ കാറിൽ ഉണ്ടായിട്ടുള്ളത്. എന്റെ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൽ സോന എന്ന് പറയുന്ന യുവതി, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള യുവതി മരിക്കപ്പെടുകയും അവരുടെ ഭർത്താവ് 60% പൊള്ളലേറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയും ചെയ്യാം. ആ ഞെട്ടലിൽ നിന്ന്, നടുക്കത്തിൽ നിന്ന് ഇന്നും എന്റെ നാട് മുക്തമായിട്ടില്ല. ഈ വിഷയത്തിൽ ഉള്ള ദുരൂഹത പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ അന്വേഷണം ഈ സമയം വരെ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നും രാവിലെ മീഡിയയിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് സോന പെട്രോളുമായി വരുന്ന ചിത്രം ഇന്ന് മാധ്യമങ്ങളോട് കാണാനിടയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു സമഗ്രവും നീതിപൂർവമായിട്ടുള്ള അന്വേഷണം നടത്തി സത്യാവസ്ഥയിൽ പുറത്തു കൊണ്ടുവരണം. രജീഷ്, ഒരു സംശയം കൂടി. അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ പെട്രോൾ പമ്പിലേക്ക് നടന്നു പോകുന്നതും ഒരു കന്നാസിൽ പെട്രോൾ വാങ്ങുന്നതും സോന തന്നെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? സോന തന്നെയാണ് എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ശരി ശരി. അപ്പോൾ മരിക്കുന്ന ദിവസം, മരണപ്പെടുന്ന ദിവസം സോനയെ വൈകിട്ട് കുറച്ചു നേരം കാണാതായി എന്നുള്ളൊരു കാര്യം ഭർത്താവിൻ്റെ കുടുംബം അടക്കം പറയുന്നുണ്ട്. അപ്പോൾ സോന വൈകുന്നേരം ടൗണിൽ പോയി ഇത്തരത്തിൽ പെട്രോൾ വാങ്ങിയിരിക്കാം എന്നുള്ളൊരു അനുമാനത്തിൽ തന്നെ നമുക്ക് എത്തിച്ചേരേണ്ടി വരുമല്ലേ? സോന അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ കൂടെ പോവുകയും സോനയുടെ ഇളയമ്മയുടെ അമ്മയുടെ സഹോദരി വീട്ടിൽ പോവുകയും അവിടുന്ന് സഹോദരിയുടെ പുത്രിയുടെ കൂടെ പേരാമ്പ്രയിൽ പോവുകയും അവിടുന്ന് എന്തെല്ലോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പെട്രോൾ പമ്പിലെ വരെ ഇവർ പോയത് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ശരി, ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് വലിയ പ്രയാസം ഈ കാര്യത്തിൽ മൊത്തത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ട്. കാരണം ഒരു ഗർഭിണിയായിട്ടുള്ള യുവതിയാണ്, പ്രത്യേകിച്ച് 2 യുവാക്കളാണ്. അവര് ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള ഈ ദുരന്തം നാടിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വ്യക്തത 2-3 ദിവസങ്ങൾ കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിജിൻലാലിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നുള്ള വിവരം എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണം? 65% പൊള്ളല് രജിലാൽ ഏറ്റു എന്നാണ് ബന്ധുക്കളിൽ നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും വലിയ ആശങ്കയിൽ തന്നെയാണ് രജിലാലിന്റെ കുടുംബം ഇപ്പോഴും ഉള്ളത്. 60% തീപ്പൊള്ളൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിന്റെ ആഘാതം വളരെ വലുതായിരിക്കുമെന്ന് അവരെ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രജിലാലിന്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കുടുംബവും നാടും നിലവിലുള്ളത്. നിലവിൽ രജീഷ്, ഇപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണല്ലോ. നാട്ടുകാരുമൊക്കെ ഏറെ പരിഭ്രാന്തരായിരിക്കുന്ന, ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവം തന്നെയല്ലേ? നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ തുടർന്ന്? നാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങൾ ഗ്രാമീണ മേഖല എന്ന നിലയിൽ സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ നമ്മൾ പട്ടണങ്ങളിലും ആണ് ഇത്തരം വാർത്തകൾ കേൾക്കാറുള്ളത്. പക്ഷേ ഈ ദുരന്തം രാത്രി ഞങ്ങൾ നാട്ടിലുണ്ടായ സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായി. പക്ഷെ ആ സമയത്ത് തന്നെ കാറിന്റെ നിലവിലുള്ള സാഹചര്യങ്ങളും കാറിന്റെ കിടപ്പും കണ്ട സമയത്ത് തന്നെ, ഈ പൊള്ളലുണ്ടായ സമയത്ത് തന്നെ ആളുകൾ പല രീതിയിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു. കാറിന്റെ അടിയിൽ അതുമായി ബന്ധപ്പെട്ട് കാറിന് അതിന്റെ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് ഒരു പരിക്കുമില്ല എന്നുള്ള രൂപത്തിൽ അന്ന് തന്നെ ആളുകൾ പറയുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് തന്നെ പോലീസിനും മറ്റുള്ള ആളുകൾക്കെല്ലാം ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആളുകളും ഉണ്ടാവുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇക്കാര്യത്തിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഉത്തരം ഞങ്ങൾ കിട്ടേണ്ടതുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു ദുരന്തമാണിത്. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് ഒരു പക്ഷപാതപരമായിട്ടുള്ള ഇടപാടിൽ ഇക്കാര്യത്തിലില്ല. വളരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഉത്തരം ഇക്കാര്യത്തിൽ കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴത്തെ ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.